ഗേറ്റ് തുറക്കാനുള്ള ശ്രമം. ഒരു വശത്ത് സെനറ്റ് ഹാളിലേക്ക് നിരവധി പ്രവർത്തകർ ഇരച്ചു കയറിയിരിക്കുന്നു. ചിലർ ജനൽ വഴി കയറുന്നു. അങ്ങനെ വി സിയുടെ മുറിയാണോ ലക്ഷ്യമിടുന്നത്? വി സിയുടെ മുറി പക്ഷേ ആയിരിക്കുമല്ലോ. ഉറപ്പായും ശ്രുതി, ഞാനിപ്പോൾ നിൽക്കുന്നത് സർവകലാശാലയ്ക്കുള്ളിൽ അതിൻ്റെ പ്രധാന വാതിലിൻ്റെ മുന്നിലാണ്. ആ വാതിൽ തള്ളി തുറക്കാനുള്ള ശ്രമമാണ് SFI പ്രവർത്തകർ നടത്തുന്നത്. അതിനെ പ്രതിരോധിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും വാതിൽ ഇപ്പോഴും തള്ളി തുറക്കാനുള്ള ഒരു ശ്രമം അകത്തുനിന്നും പുറത്തുനിന്നും ഒരേ സമയം നടക്കുന്നു എന്നുള്ളതാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റ് അടക്കമുള്ള സംസ്ഥാന നേതാക്കളെല്ലാം ഇവിടെയുണ്ട്. SFI പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ വാതിൽ തകർത്ത് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അവരെ ചെറുത്തു തോൽപ്പിക്കാൻ പറ്റുന്നില്ല. എണ്ണത്തിൽ കൂടുതൽ SFI പ്രവർത്തകരാണ്. അവർ വാതിലിന് മുന്നിൽ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എങ്ങനെയുള്ള സമരമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സംസ്ഥാന ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ VC യുടെ ചേംബറിലാണ് നമ്മൾ സമരം ഉദ്ദേശിക്കുന്നത്. VC ഇന്നിവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. VC ഒളിച്ചോടി. VC യുടെ റൂമിനകത്തേക്ക് നമ്മൾ കയറും. അതെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതെ, അവിടെയാണ്. അതുമാത്രമല്ല, മോഹൻ കുന്നുമലിന് ഇനി കേരള സർവകലാശാല അങ്കണത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കയറി വരാമെന്ന് കരുതണ്ട. നാളെ അദ്ദേഹം എത്തുമെന്നാണ്. കയറാൻ തന്നെയാണ് ഇത് തീരുമാനം. അതുകൊണ്ടാണ് കയറും. കേരള സർവകലാശാല RSSന്റെ കാര്യാലയമാക്കാൻ അനുവദിക്കില്ല. എന്തെല്ലാം ഭരണവിരുദ്ധമായിട്ടുള്ളത്, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവണതയാണ് ഇവിടെ കാണിക്കുന്നത്. അതിനെ ശക്തമായി ഞങ്ങൾ എതിർക്കും. ഈ പ്രധാന വാതിൽ തകർക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ അകത്ത് കയറാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാന വാതിൽ തകർക്കാനാണ് ഞങ്ങളില്ല. ഞങ്ങൾ പ്രതിഷേധമാണ്. ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും നശീകരണ പ്രവർത്തനം നടത്തണമെന്ന് ഒരു ഘട്ടത്തിലും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയൊന്നും ഞങ്ങൾ ആഹ്വാനം ചേംബറിനകത്ത് എത്തണം. ഇന്ന് ഒളിച്ചോടി, എത്ര നാൾ ഒളിച്ചോടും? അതാണ് ചോദ്യം. സ്മൃതി ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് അതിൽ വ്യക്തത വന്നിരിക്കുന്നത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ സംസാരിച്ചത്. ആ വാതിൽ തകർത്തുകൊണ്ട് അകത്തേക്ക് കിടക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഒന്നും തകർക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല. പക്ഷെ പ്രതിഷേധം, അത് SFIയുടെ പ്രതിഷേധം അത് വൈസ് ചാൻസലറുടെ ചേംബറിന് ഉള്ളിലേക്ക് തന്നെ നടത്തും എന്നുള്ളത് തന്നെയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അതിനർത്ഥം SFIയുടെ ഒരു സംഘടനാ തീരുമാനത്തിന്റെ ഭാഗമായി തന്നെയാണ് അകത്തേക്ക് കയറിയിരിക്കുന്നത്. ഒന്നും നശിപ്പിക്കണം, ഒന്നും തകർക്കണം എന്ന് ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. പക്ഷേ നമ്മൾ അകത്തേക്ക് കയറുമെന്ന് SFI പ്രവർത്തകർ പറയുന്നു. ചേംബറിനകത്തേക്ക് കയറും. ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്മൃതി പ്രധാന ഗേറ്റാണ്, പ്രധാന വാതിലാണ്. ക്ഷമിക്കണം, ഈ വാതിൽ പുറത്തുനിന്നും അകത്തുനിന്നും തള്ളി തുറക്കാനുള്ള വലിയ ശ്രമം. ആ വാതിലിന്റെ കുറച്ചു ഭാഗം തുറന്നു നിൽക്കുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതാണ്ട് 200-ലധികം വരുന്ന SFI പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ സർവകലാശാലയ്ക്കകത്ത് ഈ പ്രധാന വാതിലിന്റെ മുന്നിൽ പോലും ഉള്ളത്. ഇവിടെ ശക്തമായി ആ വാതിൽ തള്ളി തുറക്കാനുള്ള ഒരു ശ്രമം SFI നേതൃത്വത്തിന്റെ കൂടി സാന്നിധ്യത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. പോലീസിന് ഇവരെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. സർവകലാശാലയുടെ മറ്റ് പല വഴികളിലൂടെയും വൈസ് ചാൻസലറുടെ ചേംബറിനകത്തേക്ക് കയറുക, പ്രതിഷേധം സംഘടിപ്പിക്കുക, ഒന്നും തകർക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് SFI നേതൃത്വം വ്യക്തമാക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ് സ്മൃതി, ഇവർ ആ പ്രതിഷേധം, SFIയുടെ പ്രതിഷേധം സർവകലാശാലയിലെ വൈസ് ചാൻസലറുടെ ചേംബറിലേക്ക് തന്നെയാണ്. വാതിൽ തള്ളി തുറക്കാനുള്ള ശ്രമം, ആ വാതിൽ തള്ളി തുറക്കാനുള്ള ശ്രമം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതാണ്ട് പകുതി ഭാഗത്തോളം ഈ വാതിൽ തുറന്നു കഴിഞ്ഞു. ഇത് തുറന്നാൽ ഏതാണ്ട് 100-ലധികം വരുന്ന SFI പ്രവർത്തകർക്ക് കൂട്ടത്തോടെ അകത്ത് കയറാൻ കഴിയും എന്നുള്ളതാണ്. ആ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു. ഇവരുടെ ലക്ഷ്യം VCയുടെ ചേംബറിൽ കയറുക എന്നുള്ളത് തന്നെയാണ്. വൈസ് ചാൻസലറും ഗവർണറും തീരുമാനിക്കുന്നിടത്തല്ല കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല പോകേണ്ടത് എന്ന മുദ്രാവാക്യം. ആ വാതിൽ ഒരുപക്ഷെ ഇപ്പോൾ തകർന്നേക്കാം. സ്മൃതി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിരവധി SFI പ്രവർത്തകർ പുറത്തുനിന്ന് തള്ളുന്നുണ്ട്. ഈ വാതിൽ തുറക്കുന്നതിന് വേണ്ടി അകത്തുനിന്നും അതുപോലെ തള്ളുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ, അങ്ങനെ സമരത്തിന്റെ നേതൃത്വം അപ്പാടെ ഈ സർവകലാശാലയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിരോധമില്ലാത്തത് കൊണ്ടാണ് ഒരു സംഘർഷത്തിലേക്ക് എന്തായാലും സമരം നീങ്ങാത്തത്. SFI സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് നിലപാട് വ്യക്തമാക്കിയത്. പൊളിക്കുക, തകർക്കുക തങ്ങളുടെ ലക്ഷ്യമല്ല. പക്ഷേ ഈ നെറികെട്ട വിദ്യാഭ്യാസ രംഗത്തെ ഈ രീതികൾ അതിനെ ചെറുക്കും. വൈസ് ചാൻസലറുടെ ചേംബറിനുള്ളിലേക്ക് തങ്ങൾ കയറുക തന്നെ ചെയ്യും എന്നുള്ളതാണ് SFI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അതിനർത്ഥം ഇത് സംഘടനാ തീരുമാനമാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പല വഴികളിലൂടെ വൈസ് ചാൻസലറുടെ ചേംബറിനകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം അത് SFIയുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോഴും SFI സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഈ പ്രധാന വാതിൽ തള്ളി തുറക്കാനുള്ള ശ്രമം ഇവിടെ തുടരുകയാണ്. ശ്രുതി, വലിയ പ്രതിഷേധം തന്നെയാണ്, മണിക്കൂറുകളായി തുടരുന്ന പ്രതിഷേധം.
VC-യുടെ വൈസ് ചാൻസലറുടെ മുറി ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ പ്രവർത്തകർ നീങ്ങുന്നത്. മോഹൻ കുന്നുമ്മൽ റഷ്യൻ സന്ദർശനത്തിന് യാത്രയ്ക്ക് പോയതാണ്. അദ്ദേഹം തിരിച്ചെത്തും നാളെ എന്നാണ് ഇപ്പോൾ SFI പ്രവർത്തകർ പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിഷേധം ഒന്നുകൂടി കടുക്കുമെന്നുള്ളതാണ്. താൽക്കാലിക ചുമതലയുള്ള സിസ തോമസ് ഇവിടേക്ക് എത്തിയിട്ടില്ല ഇന്ന്. ചാൻസലർ ഗവർണറുടെ ഇംഗിതത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലർ, ആ വൈസ് ചാൻസലറെ ഉപരോധിക്കുക, പ്രതിഷേധിക്കുക എന്നുള്ളതാണ്. ചാൻസലറുടെ നിലപാടുകൾക്കെതിരെ, കാവ്യവൽക്കരണത്തിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് SFI സംഘടിപ്പിക്കുന്നത്. കേൾക്കാൻ പറയൂ, പറഞ്ഞോളൂ പ്രസാദ്. സ്മൃതി, വാതിൽ തള്ളി തുറക്കാനുള്ള വലിയ ശ്രമം അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വാതിലിന്റെ വലിയൊരു ഭാഗം ഇപ്പോൾ അകത്തേക്ക് കയറി കഴിഞ്ഞു. ആ വാതിൽ തകർത്താൽ സ്വാഭാവികമായിട്ട് പോലീസിന് മറ്റ് വകുപ്പുകൾ ചേർത്ത് കേസെടുക്കേണ്ടി വരും. വിദ്യാർത്ഥി പ്രവർത്തകരെ റിമാൻഡ് ചെയ്യുന്ന വകുപ്പുകൾ ഉൾപ്പെടെ ചേർക്കേണ്ടി വരും. കാരണം ഇത് പൊതുമുതലാണ്. അക്കാര്യം പോലീസ് പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞോടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇത് ഇവരുടെ സംഘടനാ തീരുമാനത്തിന്റെ ഭാഗം കൂടിയാണ്. അകത്ത് കടക്കുക, വൈസ് ചാൻസലറുടെ ചേംബറിന്റെ അകത്ത് കയറി പ്രതിഷേധിക്കുക എന്നുള്ളത്. ഇപ്പോൾ നടപ്പിലാക്കുന്ന നയങ്ങൾ അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് യോജിച്ചതല്ല. ഗവർണറല്ല ഇവിടെ ഭരണം നടത്തേണ്ടത്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരുണ്ട്, ജനങ്ങൾ അധികാരത്തിലേറ്റിയ സർക്കാരുണ്ട്. ആ സർക്കാരിന്റെ അധികാരങ്ങൾക്ക് എതിരായി ഒരു വൈസ് ചാൻസലർ ഗവർണറുടെ ഇംഗിതത്തിന് വഴങ്ങി ഇവിടെ നടപ്പിലാക്കാൻ വന്നാൽ അതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സ്മൃതി, ഈ വാതിൽ ഏത് നിമിഷവും തകർത്തേക്കും. ഇത് പ്രധാനപ്പെട്ട വാതിൽ. സർവകലാശാലയുടെ അകത്തേക്ക് കയറി വന്നാൽ പ്രധാന ഗേറ്റിലൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാതിൽ. ഇത് തുറക്കാനുള്ള ശ്രമം, ഇത് തള്ളി തുറക്കാനുള്ള ശ്രമം സ്മൃതി നമുക്ക് കാണാം. ഇതാ തുറന്നിരിക്കുന്നു സ്മൃതി. പ്രധാന വാതിൽ തള്ളി തുറന്നുകൊണ്ടുള്ള പ്രതിഷേധം കയറിയിരിക്കുകയാണ് സ്മൃതി. പ്രവർത്തകർ കൂട്ടത്തോടെ ഇതിനകത്ത് ഗ്രിൽസ് വെച്ച് മറ്റൊരു വാതിലുണ്ട്, അതും തള്ളി തുറന്നിരിക്കുന്നു. രണ്ടാമത്തെ വാതിലും തള്ളി തുറന്ന് പോലീസ് തടയുന്നില്ല എന്നും കാണാം. നമുക്ക് കാണാം SFI പ്രവർത്തകർ കൂട്ടമായി ഇതിനകത്തേക്ക് കയറുന്നു. ഇവിടെ പോലീസ് സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട്. ആർക്കും തടുക്കാൻ കഴിയുന്നില്ല. സ്റ്റെപ്പ് വഴി കയറി അകത്തേക്ക് കയറിപ്പോകുന്ന പ്രവർത്തകരെ നമുക്ക് കാണാം. പോലീസ് പൂർണ്ണമായി അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് കാണാം, ഇവർ അകത്തേക്ക് കയറുന്നു. SFI പ്രവർത്തകർ കൂട്ടമായി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട വാതിൽ തള്ളി തുറന്നുകൊണ്ടാണ് അകത്തേക്ക് കയറിയിരിക്കുന്നത്. റോഷിബാൽ, SFI പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ പ്രതിഷേധം വിജയിച്ചു എന്ന നിലയ്ക്ക് തന്നെയാണ് അവരത് കാണുന്നത്. അകത്തേക്ക് കയറുക എന്ന് തന്നെയായിരുന്നു ലക്ഷ്യം. പ്രവർത്തകർ അകത്തേക്ക് കയറിയിരിക്കുന്നു. ഇപ്പോൾ ഈ പ്രവർത്തകർ നിൽക്കുന്നത് ഏത് ഭാഗത്താണ് റോഷിപാൽ? സ്മൃതി, ഇപ്പോൾ പ്രധാന ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയ പ്രവർത്തകർ ഇതിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഒന്നാം നിലയിൽ ആണ് VC-യുടെ ഓഫീസ്. അത് ഇങ്ങ് ഇടത് ഭാഗത്താണ് VC-യുടെ ഓഫീസ്. പക്ഷേ VC-യുടെ ഓഫീസിലേക്ക്, വൈസ് ചാൻസലറുടെ ഓഫീസിലേക്ക് SFI പ്രവർത്തകർക്ക് എത്തണമെങ്കിൽ അവിടെയുള്ള 2 ഗ്രില്ലുകൾ അത് തുറന്നു പോകണം. അവിടെ പോലീസിന്റെ പ്രത്യേക സംഘം തന്നെയുണ്ട്. അവിടെ 2 SI-മാരുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ടീം തന്നെയുണ്ട്. അവർ ആ SFI പ്രവർത്തകർ വന്നാൽ അവരെ തടഞ്ഞ് അവരെ പ്രതിരോധിക്കാൻ നേരത്തെ തന്നെ സജ്ജരായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുണ്ട്. അവിടേക്ക് അല്പസമയത്തിനകം തന്നെ SFI പ്രവർത്തകർ എത്തിച്ചേരും. ഇതുവരെ ആ നിലയിലേക്ക്, വൈസ് ചാൻസലറുടെ ചേംബറുള്ള നിലയിലേക്ക് SFI പ്രവർത്തകർക്ക് എത്താൻ സാധിച്ചില്ല. അതിന്റെ